ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ സുഖമായിരിക്കണേ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്. അതാണ് ഷോർട്ട് വീഡിയോസ് ഒന്നും കാണാത്ത കാരണം. ഞാൻ നേരം വെളുത്ത് നിൽക്കുമ്പോഴത്തേന് ചായയും കടിയൊക്കെ ആവും, ഭക്ഷണ കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ ചായ കുടിക്കുക കേട്ടോ. രാവിലത്തെ ഞാനും ഉമ്മയും കുട്ടിയും കൂടി ഇവിടെ വന്നാൽ പിന്നെ താഴത്തൊക്കെ ഇരുന്ന് അടുക്കളയിൽ പുറത്തൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇന്ന് ദോശയും പിന്നെ മറ്റേ ഉരുളൻകിഴങ്ങിൻ്റെ കറിയില്ലേ, അതുമാണ് കേട്ടോ. എൻ്റെ അമ്മ ആണെങ്കിലും ഉണ്ടാക്കിയ കറി വലിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് കണ്ട് എടുത്തിട്ട് കിട്ടണമില്ല. കാരണം കറി കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ രണ്ടാൾക്കല്ലേ വേണ്ടതുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ തിരുമ്പാനാട്ടോ വന്നത്. ഇന്നൊരു പച്ചയായ ജീവിതം എന്നൊക്കെ പറയാം, പച്ചയായ വ്ളോഗാണ്. അപ്പോൾ ഞാൻ തിരുമ്പാൻ നിന്ന്, തിരുമ്പൽ ഡ്യൂട്ടി എനിക്കായിരുന്നു. അപ്പം ഞാൻ തിരുമ്പാൻ നിന്ന്. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ വന്ന പിന്നെ കിച്ചൺ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനെന്താ ചെയ്ത്, തിരുമ്പാൻ ഉണ്ടായിരുന്നു. പരിപാടികളൊക്കെ ഉള്ള കാരണം ഒന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ കാരണം തിരുമ്പാൻ നിന്ന്. പിന്നെ അതേപോലെ ഇന്ന് ഉച്ചക്ക് പിന്നെ ഞങ്ങൾ അടുപ്പ് കായൂല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ തൊട്ട് അയൽവാസിയിൽ ഇന്നൊരു പരിപാടി ഉണ്ട്. അവിടെ ഒരു ഫങ്ഷനുള്ള കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ക്ഷണമുണ്ട്. ആ കാണുന്ന തൊട്ട് മുന്നിലുള്ള വീടില്ലേ, ആ വീട്ടിലിട്ടാണ്. അപ്പോൾ എന്താ ചെയ്ത്, ചോറും കറിയൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നത്തെ പണി എന്ന് പറയുന്നത് മാലിക്കിനൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് ഞാനും കുളിച്ച് ഫ്രഷായി. പിന്നെ നമ്മളെ മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അവർ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. പിന്നെ അപ്പോൾ തന്നെ സമയം ഒരു മണി ഒക്കെ ആയിക്കണം. അപ്പോൾ പിന്നെ നേരെ പോയപ്പോൾ തന്നെ എൻ്റെ മാലിക്കിന് ഭയങ്കര വിശക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓനിപ്പോൾ ദമ്മ് പൊട്ടിച്ചതിന് ശേഷം ബിരിയാണി സെറ്റാക്കുകയാണ് കേട്ടോ അവിടുത്തെ കാക്ക. അപ്പോൾ ഇവനക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ രാത്രിക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല തക്കാളി കൂട്ടാനും ചോറും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാത്ത കാരണം കുക്കറിൽ വെച്ച കാരണമാണ് ആ മഞ്ഞ കളർ ചോറ് കാണുന്നത് കേട്ടോ. പിന്നെ എവർ ഫേവറേറ്റ് എന്ന് പറയുന്ന പോലെ തക്കാളി കൂട്ടാനും പപ്പടവും ചോറും ഒരു കോമ്പിനേഷൻ തന്നെ ആണല്ലോ അല്ലേ.